കർണാടകയിൽ ഇന്നു മുതൽ പാലിന് 4 രൂപ വില വർദ്ധിക്കുമെങ്കിലും കേരളത്തിൽ നിലവിൽ വില വർധന ഉദ്ദേശിക്കുന്നില്ലെന്ന് മിൽമ ചെയർമാൻ കെ.എസ്. മണി. കർണാടകയിൽ നിന്നും കേരളം 1.5 ലക്ഷം ലിറ്റർ പാലാണ് ദിവസവും വാങ്ങുന്നത്. എന്നാൽ കുറഞ്ഞ വിലയ്ക്കാണ് നേരത്തെ തന്നെ ലഭിക്കുന്നത് എന്നതിനാൽ വില കൂടിയാലും അത് കേരളത്തെ ബാധിക്കില്ല എന്നാണ് മിൽമ ചെയർമാൻ പറയുന്നത്. കർണാടകയിൽ പാലിന് ഇന്നു മുതൽ ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുന്നത് കേരളത്തിലും വില വർധനവിന് ഇടയാക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ നിലവിൽ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് മിൽമ ചെയർമാൻ കെ.എസ്. മണി പറഞ്ഞു. പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ പാല് കേരളം കർണാടകയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്നാൽ നേരത്തെ തന്നെ കുറഞ്ഞ വിലയ്ക്കാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ വില വർധനവ് ഉണ്ടായാലും അത് സംസ്ഥാനത്തെ ബാധിക്കില്ല. കർണാടകയിലായാലും ഇതര സംസ്ഥാനങ്ങളിലായാലും കേരളത്തിലെ കർഷകർക്ക് മിൽമ കൊടുക്കുന്ന വിലയേക്കാളും വളരെ ചുരുങ്ങിയ വിലയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് 32 രൂപയാണ് 1 ലിറ്റർ പാലിന് കർണാടകയിൽ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ 46 രൂപ 50 പൈസ വരെ 1 ലിറ്റർ പാലിന് കൊടുക്കുമ്പോഴാണ് അത്രയും കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ മേടിക്കുന്ന പാലിന് 4 രൂപ വെച്ച് അധിക വില കൊടുക്കേണ്ടി വരും എന്ന ഒരു പ്രതിസന്ധി നമുക്ക്, അതാണ് പലരുടെയും ആശങ്ക വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇപ്പോൾ കേരളത്തിൽ നിന്നും നമ്മൾ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാലിൻ്റെ വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിൽമ പാല് വില കൂട്ടുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഒരു ഭാഗത്തും നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ 3 ലക്ഷം ലിറ്ററിലധികം പാല് മേടിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെയും പാല് കുറവാണെന്നും പറഞ്ഞ് ഇപ്പോൾ 1.5 ലക്ഷം ലിറ്ററാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മിൽമ പാല് വാങ്ങുന്നുണ്ട്. കർണാടകത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളും വില വർദ്ധിപ്പിച്ചാൽ അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മിൽമ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ പുതിയ നടപടികൾ ആലോചിക്കുന്നുണ്ടെന്നും മിൽമ ചെയർമാൻ വ്യക്തമാക്കി. ജനം, പാലക്കാട്.